ഹായ്, ചില കേസസ് കാലം എത്ര കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലൊരു കേസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 4 വയസ്സുള്ള ഒരു മോള് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെന്റിന് വേണ്ടി വന്നു. നോക്കുമ്പോൾ 2 ചെവിയിലും സൂപ്പർ പവർ ബിഹൈൻഡ് ദ ഇയർ കേൾവി സഹായികളാണ് കുട്ടി ഉപയോഗിക്കുന്നത്. റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് കുട്ടിക്ക് 2 ചെവിയിലും 90% ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവുണ്ട്. സ്വാഭാവികമായിട്ടും കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ സാധ്യതയെ പറ്റി അന്വേഷിച്ചിരുന്നു എന്ന് ഞാൻ മദറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല എന്നാണ്, അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളുടെ അസസ്മെന്റ് ഭാഗമായിട്ട് മദറിന്റെ പ്രഗ്നൻസി ടൈമിലെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കുട്ടിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 2 മാസത്തിനും 4 മാസത്തിനും ഇടയിലായിട്ട് അവർക്ക് റൂബല്ല അഥവാ ജർമ്മൻ മീസൽസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഈ റൂബല്ല ഒരു പ്രഗ്നന്റ് വുമന് വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കൺജനൈറ്റൽ റൂബല്ല സിൻഡ്രോം വരാനുള്ള ചാൻസ് ഉണ്ട്. സിൻഡ്രോം എന്ന് പറയാൻ കാരണം ഒരു പ്രോബ്ലം അല്ല, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് കുഞ്ഞിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മദറിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റൂബല്ല വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ സിൻഡ്രോം വരാനുള്ള ചാൻസ് 100-ൽ 85%. കുട്ടിക്ക് വരുന്ന മെയിൻ പ്രോബ്ലംസ് ആണ് കേൾവി ശക്തിയെ ബാധിക്കുന്നത്, കണ്ണിന് തിമിരം, ഹാർട്ട് പ്രോബ്ലംസ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ബുദ്ധിശക്തിപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെയും വളരെ കോമൺ ആയിട്ട് ഇതിൽ വരുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഈ റൂബല്ലക്ക് വാക്സിൻ അവൈലബിൾ ആണ്. MMR വാക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ അടുത്ത് സർക്കാർ എല്ലാ സ്കൂളുകളിലും MMR വാക്സിൻ നിർബന്ധമാക്കിയിട്ടൊക്കെ ഉള്ളൊരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. MMR വാക്സിൻ 3 രോഗങ്ങൾക്കെതിരെയാണ്: മംസ്, മീസൽസ്, റൂബല്ല. ഇത് ഈ മദർ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ മുതിർന്ന സമയത്തോ പ്രഗ്നൻസിക്ക് മുന്നെയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റൂബല്ല അവർക്ക് വരില്ലായിരുന്നു. അവർക്ക് ഈ റൂബല്ല വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേനെ അല്ലേ? അപ്പോൾ ഒരു വാക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. റൂബല്ല വാക്സിൻ MMR1 കുട്ടിക്ക് 9 മാസം ആവുമ്പോഴും 2ാമത്തെ ഡോസ് കുഞ്ഞിന് 16 തൊട്ട് 24 മാസത്തിൻ്റെ ഇടയിലുമായിട്ടാണ് നൽകേണ്ടത്. ഇനി നിങ്ങൾ ചെറുപ്പ സമയത്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതിർന്നാലും പ്രഗ്നൻസിക്ക് മുന്നേയും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു വാക്സിനാണ് MMR വാക്സിൻ. സോ ഈ ഒരു വാക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ആളുടെ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ കുട്ടിക്ക് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ വാക്സിനേഷൻ നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. വാക്സിനേഷൻ ഓരോ പൗരൻ്റെയും അവകാശമാണ്. സോ ഒരു പേരൻ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടിക്ക് ഉള്ള വാക്സിനേഷൻ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എടുത്തിരിക്കേണ്ട, വളരെ മാൻഡേറ്ററി ആയിട്ട് എടുത്തിരിക്കേണ്ട വാക്സിനേഷനിൽ ഒന്നാണ് MMR വാക്സിൻ. താങ്ക് യു.